നമ്മുടെ ഇന്നത്തെ പരീക്ഷണം ചെയ്യാനുള്ള പരീക്ഷണ വസ്തുവാണ് ദേ ഈ കിടക്കുന്നത്. ഇതേത് മെറ്റീരിയലാണെന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ ഇത് തേച്ചെടുക്കാതെ കാര്യം നടക്കില്ല എന്ന ഒരു കാര്യം മാത്രം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് നന്നായിട്ട് തേച്ചെടുക്കാതെ ഇതിലൊരു പരിപാടിയും നടക്കില്ല. ഈ ഒരു ലേസും കൂടെ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേസ് എന്ന് പറയുമ്പോൾ അത് ലേസല്ല, ഒരു ബോർഡറായിരുന്നു. നമുക്കത് ലേസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് തുണി. ഈ ലൈനിങ് തുണിയിൽ നമ്മൾ സ്കേർട്ടിൻ്റെയും അതുപോലെ മുകളിലേക്ക് വരുന്ന നമ്മുടെ യോക്ക് പോർഷനെല്ലാം ഒരുമിച്ച് ഞാൻ അടയാളപ്പെടുത്തി. എനിക്ക് എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വെട്ടി ഇതാണ് സാധാരണ എൻ്റെ കത്രികയ്ക്ക് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കത്രികയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ടേ കൊട്ടി കൊടുത്തില്ലെങ്കിൽ പുള്ളി വർക്ക് ചെയ്യില്ല നേരെ ചൊവ്വേ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല. പുള്ളിക്ക് നല്ല മൂടായിരുന്നത് കൊണ്ടായിരിക്കാം വലിയ മണ്ടേ കൊട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല. അല്ലാതെ തന്നെ വർക്ക് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു കുറച്ച് ക്ലോത്ത് മാത്രമേ വേസ്റ്റ് ആയുള്ളൂ. അതാണ് എനിക്ക് ഈ തുണി തയ്ച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സാധാരണ എനിക്ക് തയ്ക്കുമ്പോൾ തുണി ശകല പോലും വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല. ഇതിലെന്തായാലും ഭാഗ്യം കൊണ്ട് ഒരല്പം തുണി മാത്രമേ വന്നുള്ളൂ. അത് നമുക്ക് ഒരു രീതിയിലും റീയൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയും സമാധാനം. അപ്പോൾ ഇതാണ് നമ്മൾ വെട്ടിക്കൂട്ടി എടുത്ത് വെച്ചിരിക്കുന്ന പോർഷനൊക്കെ. ആദ്യം നമ്മൾ ആ സ്കേർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ അടിച്ചെടുത്തത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലൂസാക്കി അടിച്ചു കൊടുത്തിട്ട് ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നും കൂടെ വലിച്ചു കൊടുത്താൽ സംഗതി ഈസി. അങ്ങനെയാണ് ഇത് ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ സ്കേർട്ടും ആ ഒരു യോക്ക് പോർഷനും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. ഇത്രയും സംഭവവികാസങ്ങൾ നടക്കുന്ന അറിയാതെ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് ഇത് തന്നെയായിരിക്കും. കറണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ട് ഇതിങ്ങനെ കൊട്ട പോലെ നിൽക്കുമായിരുന്നു. ആദ്യം ഇട്ടപ്പോൾ നല്ല കോമഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ മഴത്തുള്ളിക്കിലുക്കത്തിനകത്ത് ഹരിശ്രീ അശോകനല്ലല്ലോ, സലിംകുമാർ ഒരു കൊട്ടയൊക്കെ കെട്ടി നിൽക്കുന്നില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഇത് ഇട്ടപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, തേച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.